നമസ്കാരം. റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. PFA പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡിൻ്റെ നോമിനേഷൻ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 20 അവാർഡ് ദാന ചടങ്ങുള്ളത്. മാഞ്ചസ്റ്റർ ഒപ്പേറ ഹൗസിൽ വെച്ച് അന്ന് അവാർഡ് സമ്മാനിക്കും. വിന്നർ ആരാണ് എന്ന് അന്നായിരിക്കും റിവീൽ ചെയ്യുക. ഏതായാലും 6 പേരുടെ നോമിനേഷൻ ലിസ്റ്റ് ഇപ്പോൾ പ്ലെയേഴ്സിൻ്റെ വോട്ടിംഗ് അനുസരിച്ച് പുറത്തുവിട്ടിട്ടുണ്ട്. ഒന്ന് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഫിൽ ഫോഡൻ ആണ്. 6 പേരുടെ നോമിനേഷൻ ലിസ്റ്റിൽ ഒന്ന് ഫിൽ ഫോഡൻ, 2 വീണ്ടും മാഞ്ചസ്റ്റർ സിറ്റി താരം തന്നെയാണ് ഏർലിംഗ് ഹാലൻഡ്, അതോടൊപ്പം ആഴ്സണലിൻ്റെ മാർട്ടിൻ ഒഡേഗാർഡ്, ചെൽസിയുടെ കോൾ പാൽമറുടെ കാര്യം ശ്രദ്ധിക്കുക. അദ്ദേഹം PFA യങ് പ്ലെയർ ഓഫ് ദി അവാർഡിനുള്ള നോമിനേഷൻ ലിസ്റ്റിലുമുണ്ട്. അപ്പോൾ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡിനും അതുപോലെ യങ് പ്ലെയർ ഓഫ് ദി അവാർഡിനും ഒരുപോലെ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് കോൾ പാൽമർ. ദെൻ വീണ്ടും ചെൽസിയുടെ കോൾ പാൽമർ കഴിഞ്ഞാൽ വീണ്ടും മാഞ്ചസ്റ്റർ സിറ്റിയുടെ റോഡ്രി വരികയാണ്. റോഡ്രി മിന്നും പ്രകടനമാണല്ലോ പോയ സീസണിലും നടത്തിയത്. ആസ്റ്റൺ വില്ലയുടെ ഒലി വാറ്റ്കിൻസ്. ഈ 6 പേരാണ് നോമിനേഷൻ ലിസ്റ്റ്. പെട്ടെന്ന് ഒന്നുകൂടി പറയാം: ഫിൽ ഫോഡൻ, ഏർലിംഗ് ഹാലൻഡ്, മാർട്ടിൻ ഒഡേഗാർഡ്, കോൾ പാൽമർ, റോഡ്രി, ഒലി വാറ്റ്കിൻസ്. ഇതിൽ ആരായിരിക്കും PFA പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് സ്വന്തമാക്കുക എന്നുള്ളത് ഓഗസ്റ്റ് 20 അറിയാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് എത്താം.